ഹേ ഗായ്സ്, ഇന്ന് നമ്മളുള്ളതില്ലേ നമ്മളുടെ ചെറായി ബീച്ചിൽ നടക്കണ മാരത്തോൺ പങ്കെടുക്കാനും അതിൻ്റെ കൂടെ നമ്മളുടെ AKPA ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ ഒരു ചെറിയൊരു പങ്കാളിത്തം കൂടി അതിനുവേണ്ടി ചെയ്തിരുന്നു. ഞങ്ങൾ ഫോട്ടോ എടുത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാന്നുള്ളൊരു രീതിക്ക് ഞങ്ങളുടെ ടീം അംഗങ്ങളെ കുറച്ച് പേര് എല്ലാവരും കൂടി ചേർന്ന് ആ ഒരു പങ്കാളിത്തം കൂടി അതിലുണ്ടായിരുന്നു. അങ്ങനെ വെളുപ്പിന് ഒരു 5 മണിയായപ്പോൾ ഞങ്ങൾ ചെറായി ബീച്ചിലെത്തി. എത്തിയപ്പോൾ തന്നെ ക്രൗഡാണ് കേട്ടോ, ലോട്ട് ഓഫ് ക്രൗഡ്. ഞാനിതിനെക്കുറിച്ച് നേരത്തെ അറിഞ്ഞിരുന്നു, പക്ഷേ ആ സമയത്ത് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മളുടെ വൈപ്പിങ്കരയിലുള്ള കുറേ ആൾക്കാർക്ക് ഇതിൽ പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല. കാരണം ഒന്നാമത്തെ കാര്യം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയി പോയതാണ്. രണ്ടാമത്തെ കേസ് കുറേ പേര് അറിയാതെ പോണതാണ്. അതിൻ്റെയൊക്കെ കുറേ കാരണങ്ങളുണ്ടായിരുന്നു. ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ ഓരോ സെക്ഷൻ 10 കിലോമീറ്റർ, 20 കിലോമീറ്റർ, 5 കിലോമീറ്റർ എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു വാമപ്പ് സെക്ഷനും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവരെ കോർഡിനേറ്റ് ചെയ്യാനും എല്ലാത്തിനുള്ള കുറേ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. അവിടെ നമ്മുടെ MLA ഉണ്ടായിരുന്നു. എല്ലാവരും ഞങ്ങളും ഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് തന്നെ എൻഗേജ്ഡ് ആയിരുന്നു. പക്ഷേ ഒന്നും പറയാനില്ല. ഞാൻ ആദ്യമായിട്ടാണ് നമ്മുടെ നാട്ടിലത്തെ ഒരു മാരത്തോണിൽ പങ്കെടുക്കുന്നത്. എന്താ പറയുക, കുറേ ലോട്ട് ഓഫ് ആൾക്കാരുണ്ടായിരുന്നു, കുറേ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. നല്ല പങ്കാളിത്തമുള്ള ആൾക്കാർ തന്നെയായിരുന്നു. ഓൾമോസ്റ്റ് എല്ലാവരും കഴിഞ്ഞ കൊല്ലം ഇതിനു മുമ്പ് ഇത് 2ാമത്തെ തവണയാണ് നടത്തുന്നത്. ആദ്യത്തെ തവണ നടത്തിയപ്പോൾ ഉണ്ടായിരുന്ന കുറേ ആളുകൾ 2ാമതും വന്നിട്ടുണ്ടായിരുന്നു. ഒരു രക്ഷയില്ല. ചെറായി ടു മുനമ്പം, മുനമ്പം ടു കുഴുപ്പള്ളി, കുഴുപ്പള്ളി ടു ചെറായി, അതായിരുന്നു റൂട്ട്. പിന്നെ അവിടെ ചെറിയ ചെണ്ടകൊട്ടും കാര്യങ്ങളും ഒരു എന്താ പറയുക ഫുഡും കാര്യങ്ങളും, അതായത് ഓടാൻ വന്നവർക്ക് എല്ലാവർക്കും ഉള്ള ഫുഡും കാര്യങ്ങളും എല്ലാവരുമായിട്ട് ഒരു നല്ലൊരു ചെറിയൊരു ഉത്സവം തന്നെയായിരുന്നു. പിന്നെ ഹെൽത്ത് കെയർ ആയിട്ട് ടീമുകളുണ്ടായ ശ്രീനാരായണ മെഡിക്കൽ കോളേജ് ആൻഡ് സയൻസ് അവരായിരുന്നു മെഡിക്കൽ സെക്ഷൻ്റെ കാര്യങ്ങൾ നോക്കിയെന്ന് വെച്ചാൽ ഒന്നും പറയാനില്ല. കുറേ പേര് നല്ല സെലിബ്രിറ്റീസായ പോലീസുകാർ, അങ്ങനെ കുറേ പേര് അവിടെ വന്നിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് അറ്റൻഡ് ചെയ്തെങ്കിലും എൻ്റെ ഒരു അനുഭവം വെച്ചിട്ട് ഞാൻ പറയാം, ഞാൻ ഇനി ഓടാൻ ശ്രമിക്കും. ഞാൻ ഓടിയിട്ടുണ്ടായിരുന്നില്ല ഈ കൊല്ലം, പക്ഷേ ഇനി മുതൽ ഞാൻ ഓടാൻ ശ്രമിക്കും. കാരണം അത്രയും നല്ലൊരു പരിപാടിയാണ് നമ്മളുടെ നാട്ടിൽ. ദുബായിലേക്ക് വേറെ ഒരു എന്താ പറയുക, അതൊരു ചരിത്രമായിട്ട് അവിടെ നടക്കുമ്പോൾ, നമ്മളുടെ നാട്ടിൽ നടക്കുമ്പോൾ നമ്മ ഇനി പങ്കാളികളാവാനും അതിന് ആഡായിട്ട് അതിൻ്റെ കൂടെ ചേർന്ന് നിൽക്കാൻ ശ്രമിക്കണം. കാരണം വയ്യാതായ കുറേ ചേട്ടന്മാർ, 2-3 ചേട്ടന്മാരൊക്കെ ഉണ്ടായിരുന്നു. അവർക്കും നല്ല നല്ല സപ്പോർട്ടുകളും കാര്യങ്ങളും കൊടുത്ത് പ്രൈസും ക്യാഷ് പ്രൈസും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. ഒന്നും പറയാനില്ല, അടിപൊളി പരിപാടി.